എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാൾ തന്ന ഇൻഫർമേഷനാണ്. ഐ റിപ്പീറ്റ്, KBV 4600 ബ്ലൂ മാരുതി. Go and find it out. എന്താണ് സാർ? പുറത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്? മൈൻഡ് യുവർ വേർഡ്സ്. ഐ ആം എ ബോണഫൈഡ് പാസഞ്ചർ. വാട്ട് ഡു യു വാണ്ട്? ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം. അത് പറഞ്ഞാൽ പോരെ? സെർച്ച് ഇറ്റ്. കം ഓൺ. ഇനി പോവാലോ? തുറന്നോട്. സാർ, അച്ഛൻ റെഡിയായി, പോകാമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്. സാർ, ഇപ്പൊ തന്നെ വളരെ വൈകി. പറഞ്ഞാ മതി. എന്താടാ? പറയാം. അച്ഛൻ എപ്പോഴാ പോകുന്നത്? ഉടനെ പോവും. നീ ഈ കാറും കൊണ്ട് അച്ഛൻ്റെ കൂടെ പോയിക്കോ. ഞാൻ നിന്റെ കാര്യം വരാം. അതെ അതെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. നിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ടേ ഞാൻ പോവൂ. നീ റെഡിയായില്ലേ? അച്ഛൻ പുറപ്പെട്ടോളൂ, ഞാൻ സാഗറിന്റെ കാറിൽ വന്നോളാം. ശരി. നമ്മുടെ സാർ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. എവിടെ? മോളുണ്ട്. സാറേ, പോണ്ടേ? പോണ്ടേ? ട്രെയിന് സമയമായി. സാർ, ആദ്യം കണ്ണും മുഖമൊക്കെ ഒന്ന് കഴിക്കേ. പതുക്കെ പതുക്കെ. ലോറൻസ്, ഈ പരുവത്തിൽ പുള്ളി ട്രെയിനിൽ വിടണ്ട. നമ്മുടെ ఏదైనా కారే అయ్యా మది. ఎంత ఆవశ్యం వచ్చా కొడతాక. మిమ్మల్ని నేను సాలసారి సూచానండి. ఆయన వ్యాపారములు మొదటిసారి. మిమ్మల్ని నాకు చాలా నచ్చారండి. നമ്മൾ തമ്മിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ബിസിനസ്സിൽ ആദ്യമാ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. మీకు మలయాళం తెలుసా? బాగా తెలుసు. ഞാൻ മലയാളിയല്ലേ. ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ തെലുങ്കാണല്ലോ സംസാരിച്ചത്? അത് ജീവിക്കാൻ വേണ്ടി. എന്റെ ബിസിനസ് ഒക്കെ ആന്ധ്രയിലല്ലേ, അതുകൊണ്ട് തെലുങ്ക് സംസാരിക്കുന്നു. അച്ഛൻ വഴി ഞാനും ആന്ധ്രയാ, അമ്മ വഴി കേരളം, തങ്കമണി. അമ്മയുടെ പേരായിരിക്കും. ഛേ, ഇത് സ്ഥലപ്പേരാണ്. അച്ഛൻ പൊയിലക്കൃഷിയുമായി ആന്ധ്രയിലായിരുന്നു. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി. അതോടെ അമ്മ ക്ലോസ്. അച്ഛനോ? ഒരു വിവരവും ഇല്ല. ഞാൻ ഉള്ളതും വിറ്റുപെറുക്കിഞ്ഞു പോന്ന്. സ്നേഹമുള്ള മകൻ. അയ്യോ, അച്ഛനോട് മാത്രമല്ല സ്നേഹം, അച്ഛന്റെ ഭാഷയോടും തെലുങ്കിനോട്.
ദിവസം ഒരു 5 തെലുങ്ക് വാക്കെങ്കിലും പറയാതെ എനിക്ക് ഉറക്കം വരില്ല. നിദ്ര രാതു. ആ സുഖം തന്നെയല്ലേ? അതെ, എല്ലാം കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. വരട്ടെ. സൂക്ഷിച്ചുകൊണ്ട് വേണം. സ്വർണ്ണമാണ്, കെയർഫുൾ. പോലീസ് എങ്ങാനും വഴി വെച്ച് എന്താ ഇത്? സ്വർണ്ണമാണ്, കെയർഫുൾ. മേലാൽ ബിസിനസ്സിലൊന്നും ഇടപെടണ്ട. കെയർഫുൾ. കാസിം, ശേഖരൻകുട്ടിയാ, കഥ തുറക്ക്. അയ്യോ, കാസിം, നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ സർക്കാരിന്റെ കൂട്ടുകാരനായിട്ടുണ്ട്. ദൈവം പോലും അറിയാതെയാണ് നമ്മൾ സാഗറിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. എന്നിട്ടും സാഗറിന്റെ കാറിന്റെ പിറകെ കസ്റ്റംസുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. കാസിമേ, പറഞ്ഞ കേട്ടല്ലോ, സൂക്ഷിക്കണം. സ്വർണ്ണ ബിസ്ക്കറ്റ്. ചുമ്മാരടാ. നമ്മുടെ ഓഫീസർ എവിടെ? പോയി. പോയോ? പോയല്ലോ. ഒന്നുകൂടി. എന്തായാലും അന്നേരം കച്ചവടം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലേക്കാ. ഒന്നും ഉണ്ടായില്ല. രാവിലെ തുടങ്ങിയല്ലോ മനുഷ്യനെ വെറുപ്പിക്കാൻ. ബാപ്പാ ചായ. എന്തായാലും എനിക്ക് ചായ വേണോ? വേണ്ട. ശിവനെ കൊണ്ട് ഞാൻ തോറ്റി. ആ കായിക്ക, ഇന്ന് ചാകരെടുക്കുന്ന ദിവസമാ. അറബിയ സിലാണോ? അറബി. ആര് പറഞ്ഞു? ലോറൻസ്. വഹാബിനോടും ശശാങ്കനോടും തെക്കോട്ട് നേരത്തെ നീങ്ങാൻ ലോറൻസ് പറഞ്ഞിട്ടുണ്ട്. ആ കായിക്ക, ഷാഹുൽ ഇന്നലെ നല്ല കോളായിരുന്നു. ഹിപ്പിയോട് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. മുടിഞ്ഞോൻ ഓന്റെ വർത്താനം മേലാൽ ഇവിടെ പറഞ്ഞു പോകരുത്. ഹലോ, അങ്ങോട്ട് തീരി, ഇങ്ങോട്ട് തീരി. മോനിരിക്കി. എനിക്കൊരു 10 രൂപ തരുക. എന്തിനാ? പട്ടം പറപ്പിക്കാനാ. കൊടുക്കല്ലേ മോനെ? തിരിച്ചു കൊടുക്കല. നമുക്ക് നീ പാടാ. നമുക്ക് കള്ള കാണാൻ പറഞ്ഞോനെ. കാസിമിനെ കൊന്നല്ലേ? അവൻ ജോണിയെ കൊന്നു. അതുകൊണ്ട് ജോണിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ? കൊല്ലും കൊലയും എന്നാ ഈ തൊഴിലിലൊന്ന് അവസാനിച്ച് കിട്ടുക. ഈ തൊഴിൽ നിലനിൽക്കുന്നിടത്തോളം അതുണ്ടാവും, തുടർന്നുകൊണ്ടേയിരിക്കും. ഷാഹുൽ എവിടെ? ഓനകത്തുണ്ട്. എന്തിനാ? അവൻ കഞ്ചാവ് കച്ചവടം തുടങ്ങിയെന്ന് കേട്ടു. എനിക്ക് അവനെ ഒന്ന് കാണണം. കാലത്താണ് വന്ന് കിടന്നത്. ഞാൻ വിളിക്കാം. ഷാവുലേ, അല്ല ഷാവുലേ, ഷാവുലേ. ഞാൻ പറഞ്ഞു നോക്കി, ആര് കേക്കാൻ? ഒന്ന് പറഞ്ഞ 10 തർക്കുത്തരം പറയും. അതാണ് ഓന്. വാപ്പ എന്തിനാ വിളിച്ചത്? ഷാഹുലെ, നിന്റെ പുതിയ കച്ചവടം എങ്ങനെയുണ്ട്? തരക്കേടില്ല. നിനക്ക് ചേർന്ന തൊഴിലല്ല ഇത്. നീ നിർത്തണം. എല്ലാവർക്കും സ്വർണ്ണ കച്ചവടം ചെയ്യാൻ സാധിക്കും. ഇഷ്ടം പോലെ ചെയ്യാം. പിന്നൊരു കാര്യം, സ്ക്വാഡ് പിടിച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ഓ, ഹറാം പറഞ്ഞോനെ. ഓന്റെ ധിക്കാരം കണ്ടില്ലേ? വാ. ചെല്ലടാ.
നമ്മൾ ചെയ്യുന്ന തൊഴിൽ അന്തസ്സുള്ളതാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇരട്ടി ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് കഞ്ചാവ് കച്ചവടം, എനിക്കറിയാം. എന്നാലും ആളെ കൊല്ലിക്കുന്ന ഈ ബിസിനസ് നമുക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത് ഈ സോപ്പും ചീപ്പും കണ്ണാടി ഒന്നും വിൽക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ നീ ചെയ്യണ്ട. നിനക്ക് ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണോ? നീ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ നീ എനിക്ക് വാക്ക് തരണം, നീ ഇനി കഞ്ചാവ് കച്ചവടം ചെയ്യില്ലെന്ന്. ഞാൻ വിശ്വസിച്ചോട്ടെ? ഞാൻ പോട്ടെ. ഞങ്ങൾ ഒരുമിച്ചാ ഡൽഹിയിൽ MA പഠിച്ചത്. ഹലോ. ആ ഓഫീസിൽ ചെന്ന ഉടനെ എക്സ്ക്യൂസ് മീ, ഞാൻ ഹോട്ടൽ ചാണക്യ. ആ? ഛെ, എന്റെ പേര് ചാണക്യൻ. ഹോട്ടൽ ചാണക്യയുടെ മാനേജിംഗ് പാർട്ണറാണ്. മാഡത്തിന്റെ പേരെന്താണാവോ? ഐ എം അശ്വതി ഫ്രം സൺഡേ മിറർ. അശ്വതി. സൺഡേ മിറർ. സൺഡേ ഞായറാഴ്ച, മിറർ കണ്ണാടി. ഞായറാഴ്ച കണ്ണാടിയോ? അങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരിക്കും. അല്ലാതെ ഒക്കെ അർത്ഥം ഉണ്ടച്ചു. അച്ഛൻ കിടന്ന് ബഹളം വെക്കാതെ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. എന്ത് തെളിച്ചു പറയാൻ? മകന്റെ അഴിഞ്ഞാട്ടത്തിന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകൾ, പോലീസിനെ പാവയായി കയ്യിലടക്കി വെച്ചിരിക്കുന്ന മകൻ, ചീഞ്ഞു നാർന്ന് ദുർഭരണം, നാടുനില നടക്കുന്ന കൊലപാതകങ്ങൾ പിന്നിൽ മുഖ്യമന്ത്രിയുടെ മകന്റെ കറുത്ത കൈകൾ. ഇത്രയും പോരെ? ഇതിൽ കൂടുതൽ എന്ത് തെളിച്ചു പറയാൻ? ഇത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രതിപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ അച്ഛൻ തന്നെ അവർക്കെതിരായി ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ലേ? അന്ന് ഇതൊക്കെ പറയുമ്പോ നുണയായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ അതല്ലല്ലോ കാര്യം. ഇന്നിപ്പോ പ്രതിപക്ഷമാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. നാളെ ഭരണകക്ഷി മുറുമുറുത്തു തുടങ്ങിയാൽ ഇപ്പൊ തന്നെ അവർ പലതും പറയാം. തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. ഒരു പരിധി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. അച്ഛൻ ഇത് പറയുമെന്ന് എനിക്കറിയാം. എല്ലാം തുറന്ന് സമ്മതിച്ചേക്ക്. എന്നിട്ട് പീലാത്തോസിനെ പോലെ കൈ ഒഴിക്കോ. ഞാൻ അകത്ത് കിടന്ന് കമ്പി എണ്ണിക്കോളാം. പോരെ? ശേരൻകുട്ടി, എന്താ നട്ടല്ലില്ലെങ്കിൽ ഈ വേഷം ധരിക്കരുതായിരുന്നു? പള്ളിക്കൂടം വാദ്യാരായിട്ട് കഴിഞ്ഞാൽ പോരായിരുന്നോ? ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാ ഈ നിലയിലെത്തിയത്. MLA-മാരെ ചാക്കിലാക്കാനും ഇറക്കാനും കാശ് എവിടുന്നുണ്ടായെന്ന വിചാരം? അന്നേ അറിയാൻ പാടില്ലായിരുന്നോ? ഏലപ്പാറ LP സ്കൂളിലെ വെറും വാദ്യാര് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാവണമെങ്കിൽ പലതും സഹിക്കേണ്ടി വരുമെന്ന്. എന്തുണ്ടായിരുന്നു അവകാശപ്പെടാൻ പാരമ്പര്യമായിട്ട്? 1.5 സെന്റ് ഭൂമിയും ഒരു ഓലപ്പുരയും മുഷിഞ്ഞു നാറിയ ഒരു കതർ ഷർട്ടുമല്ലാതെ. ഇത് മുഴുവൻ കാശ് കൊണ്ടുണ്ടാക്കിയതാ, വെറും കാശ് കൊണ്ട് മാത്രം. അന്നൊക്കെ ശേഖരൻകുട്ടി ആവശ്യം പോലെ ഉപയോഗിച്ചില്ലേ? ഇന്നെന്താ മകനെ വേണ്ടാതായത്? അങ്ങനെ പറഞ്ഞ് നീ എന്നെ ഇരുത്തിയൊന്നും വേണ്ട. അധികാരത്തിന്റെ സ്വാധീനം നിനക്ക് ആവശ്യമായിരുന്നു. എന്താ സംശയം? പിന്നെ മോക്ഷം കിട്ടാനാ ഇഞ്ചിക്കാട്ട് രാമകൃഷ്ണപിള്ളയെ മുഖ്യമന്ത്രിയാക്കാൻ ശേഖരൻകുട്ടി പാടുപെട്ടത്? ശേഖരൻകുട്ടി, സാർ, സാറിന്റെ പ്രശ്നം എന്താ? നാളെ അസംബ്ലിയിൽ പ്രതിപക്ഷത്തിന്റെ വായ അടയ്ക്കണം, പോരെ? അവരുന്നയിച്ച ആരോപണങ്ങളെ നേരിടാൻ അതിനേക്കാൾ ശക്തിയുള്ള ഒരു ആയുധം സാറിന് വേണം. അത്രയല്ലേ ആവശ്യമുള്ളൂ? അതുണ്ടാവും. ഞാൻ ഉറപ്പുവരുന്നു. പ്രതിപക്ഷത്തിന്റെ ലേബർ യൂണിയന്റെ യൂണിഫോമിന്റെ നിറം എന്താ? ബ്ലാക്ക്. റോസ്. അത് കുറെ സംഘടിപ്പിക്കണം. കൂലിക്കായാലും തെറ്റില്ല. നമ്മുടെ ആളുകൾക്ക് ആ യൂണിഫോം കൊടുക്കണം. എന്നിട്ട് ഇന്ന് രാത്രി ഭരണകക്ഷിയുടെ മെയിൻ റോഡിലുള്ള ഓഫീസ് തല്ലി തകർക്കണം. ഭരണകക്ഷിയിൽപ്പെട്ട ആരുടെ? സംശയിക്കേണ്ട, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് തന്നെ. ആസിഡ് ബൾബോ സോഡാ കുപ്പിയോ കുന്തമോ കുറുവടിയോ എന്ത് വേണേലും ഉപയോഗിച്ചോളൂ. ഓഫീസിനകത്ത് പാർട്ടിയുടെ പ്രവർത്തകർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അവരെ വെറുതെ വിടണ്ട. ചെറുതായിട്ടൊന്ന് പെരുമാറിക്കൊള്ളൂ. പക്ഷെ സീരിയസ് ആകരുത്. ലോറൻസ്, നീ ഓർഗനൈസ് ചെയ്താൽ മതി, നേരിട്ട് ഇടപെടണ്ട. സാഗർ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. എന്നാ തോന്നിയിട്ടുള്ളത്? കറക്റ്റ്. ആകാശവാണി, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബാലചന്ദ്രൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്നുകൊണ്ടിരുന്ന കേരള നിയമസഭാ സമ്മേളനം ഇന്ന് അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രിയുടെ പേരിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുവാൻ സാധിച്ചില്ല. ഇന്നലെ രാത്രി ഭരണകക്ഷിയിൽപ്പെട്ട കേരളദേശം പാർട്ടിയുടെ സിറ്റി ഓഫീസ് തല്ലിത്തകർത്ത പ്രതിപക്ഷത്തിന്റെ ക്രൂരമായ ചെയ്തികളെ പല പാർട്ടി MLA-മാരും നിശിതമായി വിമർശിച്ചു. തുടർന്നുണ്ടായ ബഹളത്തിൽ സമ്മേളനം തുടരാനാവാതെ സഭ നിർത്തിവെക്കുകയാണുണ്ടായത്. പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി തന്നെ ഇന്ന് നിയമസഭയിലെത്തിയ മുഖ്യമന്ത്രിയെ MLA-മാരും പ്രശംസിക്കുകയുണ്ടായി. അറബിക്കടലിൽ പിള്ളേച്ച, ജയ് ജയ് കേരള ദേശം, ജയ്
എന്തു പറ്റി അശ്വതി? ഹേയ്, ഞാൻ എഴുതാൻ പോകുന്ന ആർട്ടിക്കിളിന്റെ ക്യാപ്ഷൻ ഒന്ന് ആലോചിച്ചതാ. അധോലോക രാജാവിന്റെ രാഷ്ട്രീയ കുതിരക്കച്ചവടം. സാഗർ അഥവാ ജാക്കി മുഖ്യമന്ത്രിയുടെ രക്ഷയ്ക്ക്. ആ അപ്പോഴേ സാറേ, എനിക്ക് ജാക്കി ഒന്ന് പരിചയപ്പെടണം. അതിനെന്താ മാർഗം? അശ്വതി പരിചയപ്പെടാൻ മാത്രം അയാൾ അത്ര വലിയ ആളാണോ? ആഫ്റ്റർ ഓൾ ഈസ് എ തേർഡ് ഗ്രേഡ് ക്രിമിനൽ. നിങ്ങൾക്കതായിരിക്കും. ബട്ട് ജേർണലിസ്റ്റ് ഈസ് എ ഹോട്ട് സബ്ജക്ട്. ഹോട്ട് സബ്ജക്ട്. ഈ റാസ്കൽസിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന നിങ്ങളെ വേണം പറയാൻ. അശ്വതിക്ക് വേറെ ജോലിയൊന്നുമില്ല. ജീവൻ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ജാക്കിയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. തെങ്ങിന്റെ കാറ്റുവീഴ്ചയെക്കുറിച്ചും റബ്ബറിന്റെ വിലയെക്കുറിച്ചും ഒക്കെ എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും. എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും. പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളാ. ഹൗ ദേ കൺട്രോൾ ദ പൊളിറ്റിക്കൽ മെഷീനറി. അവർ പോലീസുകാരെ എങ്ങനെ അമ്മാനമാടുന്നു. പോലീസുകാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. അയ്യോ, ഞാൻ സാറിനെ കുറിച്ചല്ല പറഞ്ഞത്. സാറ് മാത്രമല്ലല്ലോ, ഇവിടെ വേറെയും പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ. ആ പിന്നെ ജാക്കിയെ ഞാൻ കണ്ടുപിടിച്ചോളാം, വിത്തൗട്ട് യുവർ ഹെൽപ്പ്. ഇവിടെ നോ പാർക്കിംഗ് ആണ്. വണ്ടിക്ക് എന്തോ തകരാറ്. ഞാനൊരു മെക്കാനിക്കിനെ കൂട്ടി പോന്നേക്കാം. ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിട്ടെ. ആരെയുടെ വണ്ടി? സാഗർ സാറിന്റെ. സാഗർ സാറോ? നമ്മുടെ CM-ന്റെ മകന്റെ ഫ്രണ്ടാ. അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ വന്നു. വണ്ടി റിപ്പയർ ആണ് സാർ. മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക. കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ? തള്ളിമാറ്റോ? ലോക്ക്ഡ് ആണ് സാർ. എന്താ സാർ പ്രോബ്ലം? താനാരാ? ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥനാ. ഈ ഗ്ലാസ് എന്തിനാ പൊട്ടിച്ചേ? അതെന്താ എഴുതിയിരിക്കുന്നത്? നോ പാർക്കിംഗ്. പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത്. സാറ് ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ. കേറാ വണ്ടിയില്. ഞാൻ കേറിക്കൊള്ളാം. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഈ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. ആളറിഞ്ഞൂടാത്തോണ്ടായിരിക്കും. ചാർജ് എടുത്തിട്ട് 2-3 മാസമേ ആയുള്ളൂ. എന്നെ ആരും ബഹുമാനിക്കണ്ട. ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. നിങ്ങൾക്കറിയാമല്ലോ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോധർ ചെയ്യിച്ചിട്ടില്ലെന്ന്. കുറച്ചു ദിവസം പുറത്ത് നിൽക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ. സാഗർ വാ. മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാ ISP. സന്തോഷിന്റെ അനിയനോ? തന്നോട് ആര് പറഞ്ഞു? അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർകൊണ്ട് വിട്ടില്ലേ, അയാൾ പറഞ്ഞതാ. എന്തേ കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്തു? കണ്ടില്ലേ സാർ? സാഗർ, നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ. നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറും. മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട. ആള് തന്നെ കവച്ചു വയ്ക്കും. ചേരകുട്ടി,
ശേരൻകുട്ടി അവനെ കൊല്ലരുത്, സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശേരൻകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1,500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാളിറങ്ങിപ്പോയോ?